ഗ്ലോറി ബി ടു ഗോഡ്. ദൈവത്തിൻ്റെ പരിശുദ്ധമായ നാമം ഈ ദിവസം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എന്നെ ശ്രവിക്കുന്ന എല്ലാ പ്രിയ ദൈവമക്കൾക്കും യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിലുള്ള എൻ്റെ സ്നേഹവന്ദനങ്ങൾ. അതേ ഇന്നത്തെ ചിന്തയ്ക്ക് ആധാരമായി ഒരു വേദഭാഗം നമുക്ക് വായിക്കാം. ഉത്തമഗീതങ്ങൾ 2-ാം അധ്യായം അതിൻ്റെ 14-ാം വചനം. പാറയുടെ പിളർപ്പിലും കടുത്തൂക്കിൻ്റെ മറവിലും ഇരിക്കുന്ന എൻ്റെ പ്രാവേ, ഞാൻ നിന്റെ മുഖമൊന്ന് കാണട്ടെ, നിന്റെ സ്വരമൊന്ന് കേൾക്കട്ടെ. നിന്റെ സ്വരം ഇൻപമുള്ളതും മുഖം സൗന്ദര്യമുള്ളതുമാകുന്നു. Song of Songs, chapter 2, verse 14. My dog in the clefts of the rock, in the hiding places on the mountainside, show me your face, let me hear your voice, for your voice is sweet and your face is lovely. Amen. എത്ര സുന്ദരമായ ഒരു വാക്യമാണ് നാം അവിടെ വായിച്ചു കേട്ടത്. നമുക്കറിയാം, ഇത് ശലോമോൻ ശൂന്യങ്കാരിയോട് പറയുന്ന വാക്കുകളാണ്. എന്നാൽ ഇതിൻ്റെ ആത്മീയ അർത്ഥം ക്രിസ്തു തൻ്റെ കാന്തയായ സഭയോട് പറയുന്ന വാക്കുകളായിട്ടാണ് നമുക്ക് മനസ്സിലാക്കുവാനിടയായിത്തീരുന്നത്. സ്തോത്രം. പാറയുടെ പിളർപ്പിലും കടുന്തൂക്കിൻ്റെ മറവിലും ഇരിക്കുന്ന എൻ്റെ പ്രാവേ. അതെ, പാറയുടെ പിളർപ്പിലും കടുന്തൂക്കിൻ്റെ മറവിലും എന്ന് പറയുമ്പോൾ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ച് നാം വായിക്കുന്നു. യേശു ക്രിസ്തു യുഗങ്ങളുടെ പാറ. എൻ്റെ പാറയാകും യഹോവ വാഴ്ത്തപ്പെട്ടവനെന്ന് സങ്കീർത്തനക്കാരൻ പറയുന്നു. ആ പാറയിൽ നിന്നല്ലോ അവർ കുടിച്ചത്. ആ പാറ ക്രിസ്തുവാകുന്നു എന്ന് അപ്പോസ്തലനായ പൗലോസും ഇസ്രായേൽ മക്കളുടെ മരുഭൂ പ്രയാണത്തെക്കുറിച്ച് വിളിച്ചു പറയുന്നു. അപ്പോൾ എന്തായാലും പാറ എന്ന് പറയുമ്പോൾ അത് യേശു ക്രിസ്തുവിനെ കുറിക്കുന്നു. പാറയുടെ പിളർപ്പിലും മറവിലും ഇരിക്കുന്ന പ്രാവ്. അതെ, നമുക്ക് ആശ്വസിപ്പാൻ, നമുക്ക് ആശ്രയിപ്പാൻ ഒരു സങ്കേതം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മാത്രമാണ്. ഭയപ്പെടുന്ന പ്രതികൂലത്തിൻ്റെ സാഹചര്യങ്ങളിൽ, ഒറ്റപ്പെടുന്ന മേഖലകളിൽ ഈ പ്രാവ് നമുക്കറിയാം ഒറ്റപ്പെട്ട് പാറയുടെ പിളർപ്പുകളിലൊക്കെ പോയിരിക്കും. സ്തോത്രം. താനത് ഒരു സുരക്ഷിതത്വത്തിനായി, ഒരു സെക്യൂരിറ്റി, ഒരു പ്രൊട്ടക്ഷന് വേണ്ടിയാണ് അതവിടെ ചെന്നിരിക്കുന്നത്. ഒറ്റയ്ക്കിരിക്കുമ്പോൾ സ്തോത്രം ആ ഒരു അവസ്ഥ നമുക്ക് കാണുവാനിടയായിത്തീരും. അങ്ങനെയാണെങ്കിൽ ജീവിതത്തിൽ ഒറ്റപ്പെടലുകൾ, വേദനകൾ, പ്രയാസങ്ങൾ, സ്തോത്രം, പാറയുടെ പിളർപ്പുകളെന്ന് പറയുമ്പോൾ ചില വേദനിക്കുന്ന അനുഭവങ്ങൾ, സ്തോത്രം, നമ്മുടെ ജീവിതത്തിൽ ചില പ്രതിസന്ധികളൊക്കെ കടന്നു വരുമ്പോൾ നമുക്ക് അഭയസ്ഥാനം ഒന്നുണ്ട്. അത് യേശു ക്രിസ്തു ആകുന്നു. യേശു ക്രിസ്തുവിൻ്റെ സന്നിധിയിലേക്ക് നാം അടുത്തു വരുമ്പോൾ ഇവിടെ നാം വായിക്കുന്നു, എൻ്റെ പ്രാവേ, എൻ്റെ സഭയെ യേശു ക്രിസ്തു നമ്മെ രക്തം നൽകി വീണ്ടെടുത്തിരിക്കുന്നു. നാം യേശുവിൻ്റെ കാന്തയാകുന്നു. ഞാൻ നിന്റെ മുഖമൊന്ന് കാണട്ടെ. അത് എല്ലാ സാഹചര്യത്തിലും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ആഗ്രഹിക്കുന്നത് നമ്മുടെ പ്രസൻസാണ്. നമ്മുടെ ദൈവവുമായിട്ടുള്ള ഇൻറ്റിമസി, ദൈവവുമായിട്ടുള്ള നമ്മുടെ അഗാധമായ ബന്ധം, ഏറ്റവും അടുപ്പമുള്ള ഒരു ആത്മീയ ബന്ധം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുന്നു. കാരണം യേശു ക്രിസ്തു നമുക്ക് വേണ്ടിയാണ് ഈ താണലോകത്ത് ഇറങ്ങി വന്നതും അവസാനത്തുള്ളി രക്തവും നമുക്ക് വേണ്ടി ചിന്തി തൻ്റെ രക്തത്തിന് വിലയാൽ നമ്മെ വിലയ്ക്ക് വാങ്ങിയത്. ആ യേശു ക്രിസ്തു ഇന്നും ആഗ്രഹിക്കുന്നു തൻ്റെ സഭയാകുന്ന, താൻ വീണ്ടെടുത്ത തൻ്റെ ജനം തൻ്റെ സന്നിധിയിലേക്ക് അടുത്തു വരണം. ആ യേശു ക്രിസ്തുവുമായിട്ട് ആഴമായൊരു സ്നേഹബന്ധത്തിൽ നാം ആയിരിക്കണം. അത് തന്നെയല്ലേ അപ്പോസ്തലനായ പൗലോസും തൻ്റെ ലേഖനത്തിൽ പറയുന്നത്, ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപിരിക്കുന്നത് കഷ്ടതയോ നഗ്നതയോ പട്ടിണിയോ ആപത്തോ വാളോ എന്ത് തന്നെ വന്നാലും ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപിരിക്കുവാൻ കഴിയുകയില്ല. ആ ഒരു തീരുമാനത്തോടെ നാം മുന്നോട്ട് നീങ്ങുമെങ്കിൽ കർത്താവ് ഇവിടെ വായിക്കുന്നു, ഞാൻ നിന്റെ മുഖമൊന്ന് കാണട്ടെ, നിന്റെ സ്വരമൊന്ന് കേൾക്കട്ടെ. സ്തോത്രം. പ്രാവിൻ്റെ കണ്ണുകളിൽ എപ്പോഴും കണ്ണുനീർ തുള്ളികളുണ്ടാകും. സ്തോത്രം. അങ്ങനെയാണെങ്കിൽ നാം വേദനിക്കുന്ന സമയത്തും നമ്മുടെ വേദനയുടെ വാക്കുകൾ, നമ്മുടെ കണ്ണുനീരിൻ്റെ ശബ്ദം പോലും മനസ്സിലാക്കുവാൻ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന് കഴിയും.
മറ്റൊന്നുമല്ല, നമ്മുടെ പ്രാർത്ഥനയുടെ ശബ്ദങ്ങൾ, നമ്മുടെ യാചനകളുടെ ശബ്ദങ്ങൾ, നമ്മുടെ സ്തുതി സ്തോത്ര ആരാധനയുടെ ശബ്ദം കേൾക്കുവാൻ നമ്മുടെ കർത്താവ് യേശു ക്രിസ്തു ആഗ്രഹിക്കുന്നു. ഈ നാളുകളിൽ ദൈവസ്ഥലത്തിലേക്ക് അടുത്തു വരാം. ആമേൻ. മനുഷ്യരോട് സംസാരിക്കുന്നതിനേക്കാളുപരി, ആമേൻ, സ്തോത്രം, അല്ലെങ്കിൽ മനുഷ്യരെ പുകഴ്ത്തുന്നതിനേക്കാളും ഉപരി യേശു ക്രിസ്തുവിന്റെ സന്നിധിയിലേക്ക് അടുത്തു വന്ന് ആ യേശുപ്പായോട് സംസാരിക്കാം. നമ്മുടെ വേദനകൾ, നമ്മുടെ ആവശ്യങ്ങൾ, ആമേൻ, നമ്മുടെ ജീവിതത്തിൽ നാം അനുഭവിക്കുന്ന കാര്യങ്ങളൊക്കെ ദൈവത്തോട് പറയാം. സ്തോത്രം. ആ കർത്താവിനെ സ്തുതിച്ച് ആരാധിച്ച് ദൈവത്തിൻ്റെ നാമത്തെ മഹത്വപ്പെടുത്താം. സ്തോത്രം. നിന്റെ സ്വരം ഇൻപമുള്ളതും മുഖം സൗന്ദര്യമുള്ളതുമാകുന്നു. പുറമേയുള്ള നമ്മുടെ ശരീരം ക്ഷയിച്ചു പോകുമെങ്കിലും അകമേയുള്ളവൻ നാൾക്കുനാൾ ശക്തിപ്പെടുന്നുവെന്ന് അപ്പോസ്തലനായ പൗലോസ് പറയുന്നത് പോലെ, ആമേൻ, മനുഷ്യന് പുറമേയുള്ളത് കാണുമ്പോൾ ഹൃദയങ്ങളെ അറിയുന്ന കർത്താവ്, അധികമായി നാം ദൈവത്തോട് ബന്ധപ്പെടുമ്പോൾ ആ കർത്താവുമായിട്ട് നാം, ആമേൻ, സ്തോത്രം, ഇൻറ്റിമസി ആകുമ്പോൾ കർത്താവ് നമ്മുടെ സൗന്ദര്യത്തിൽ ആസ്വദിക്കും. അല്ലെങ്കിൽ ആത്മീയ സൗന്ദര്യം നമുക്കുണ്ടാകും. ആമേൻ. നമ്മുടെ സ്വരം ഇമ്പമുള്ളതെന്ന് കർത്താവ് അറിയും. സ്തോത്രവും. ഹല്ലേലൂയ. ആ കാന്തയ്ക്ക് പറയുവാനിടയായിത്തീരും 16-ാം വചനത്തിൽ, എൻ്റെ പ്രിയൻ എനിക്കുള്ളവൻ, ഞാൻ അവനുള്ളവൻ. സ്തോത്രം. വേഴ്സ് 16, മൈ ബിലവഡ് ഈസ് മൈൻ ആൻഡ് ഐ ആം ഹിസ്. ഹല്ലേലൂയ. എത്ര പേർക്ക് പറയുവാൻ കഴിയും? സ്തോത്രം. എനിക്കൊരു പ്രിയനുണ്ട്, എൻ്റെ പ്രാണപ്രിയൻ, എനിക്ക് വേണ്ടി ചോര നൽകി എന്നെ വീണ്ടെടുത്ത എൻ്റെ പ്രിയൻ, എന്നെ വീണ്ടും ചേർക്കുവാൻ വേഗം വരുന്ന എൻ്റെ പ്രിയൻ. സ്തോത്രം. ഹല്ലേലൂയ. എൻ്റെ പ്രിയൻ എനിക്കുള്ളവൻ, ഞാൻ അവനുള്ളവൻ. സ്തോത്രം. നാം യേശു ക്രിസ്തുവിനുള്ളവരാണ്. ആമേ. ഇനി സ്വന്തമെന്ന് പറയുവാൻ നമുക്ക് യാതൊന്നുമില്ല. സ്തോത്രം. ഹല്ലേലൂയ. നിങ്ങൾ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു എന്ന് നാം വായിക്കുന്നു. സ്തോത്രം. അതെ, ആമേൻ. യേശു ക്രിസ്തു നമ്മെ വീണ്ടെടുത്തിരിക്കുന്നത് പൊന്നു വെള്ളി മുതലായി അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല, ക്രിസ്തു എന്ന നിർദോഷവും നിഷ്കളങ്കവുമായ കുഞ്ഞാടിൻ്റെ രക്തം നൽകി കർത്താവ് നമ്മുടെ വിലയ്ക്ക് വാങ്ങിയിരിക്കുമ്പോൾ ഈ ശരീരം കൊണ്ട് നാം ദൈവത്തെ മഹത്വപ്പെടുത്തേണ്ടതാകുന്നു. സ്തോത്രവും. ആമേൻ. ഇനി നാം നമുക്ക് താങ്ങൾക്ക് വേണ്ടിയുള്ളവരല്ല, നാം ദൈവത്തിലുള്ളവരാണ്. സ്തോത്രം. ഈ നാളുകളെ ഈ വചനത്തിൽ നിന്ന് പരിശുദ്ധാത്മാവാൻ ദൈവം നമ്മോട് സംസാരിക്കുന്നു. ക്ഷീണിച്ചു പോയി, മടുത്തുപോയി, ഇത്രയും പ്രാർത്ഥിച്ചിട്ട് ഒരു അത്ഭുതവും ദൈവം ഞങ്ങൾക്ക് വേണ്ടി ചെയ്തില്ല, നമ്മെ കർത്താവ് മറന്നിരിക്കുന്നു, അവൻ പ്രാർത്ഥിച്ചിട്ടും ഒരു ഫലമില്ല, അവൻ ഒരു ഉപയോഗവും ഇല്ല. സ്തോത്രം. എല്ലാം നിഷ്ഫലമാണ്, പ്രയത്നം നിഷ്ഫലമാണ്, ആരാധിച്ചത്, പ്രാർത്ഥിച്ചത്, കർത്താവിന് വേണ്ടി ഓടിയത്, യേശുവിനായി ജീവിതം സമർപ്പിച്ചത് വ്യർത്ഥമായി പോയെന്ന് ചിന്തിച്ച് ഭാരപ്പെട്ട് ദുഃഖിച്ച് മടുത്ത് ക്ഷീണിച്ച് വിശ്വാസ ജീവിതത്തിൽ തളർന്നിരിക്കുന്ന ഓരോരുത്തരോടും നമ്മോട് പരിശുദ്ധാത്മാവ് സംസാരിക്കുന്നു. അല്ലായെങ്കിൽ ദൈവത്തോട് കൂടുതൽ അടുത്തിരിക്കുന്നവരോട് കർത്താവ് വീണ്ടും നിങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നു. നമ്മെ ഓരോരുത്തരോടും കർത്താവ് ഇടപെടുന്നു. സ്തോത്രം. അധികമായി ഏത് സാഹചര്യത്തിലും ക്രിസ്തുവാകുന്ന പാറയിൽ അടിസ്ഥാനമുള്ളവരാണ്. ആമേൻ. സ്തോത്രം. സ്തോത്രം. നീതിമാൻ അതിലേക്ക് ഓടിച്ചെന്ന് സുഖമായിരിക്കുമെന്ന് വായിക്കുന്നു. യഹോവയുടെ നാമം നമുക്ക് ബലമുള്ള ഗോപുരം. സ്തോത്രം. ആ നാമത്തിൽ ആശ്രയിക്കാം. അവൻ യേശു ക്രിസ്തു ഒരു നാളും നമ്മെ കൈവിടുകയില്ല, നമ്മെ ഉപേക്ഷിക്കുകയില്ല. ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ തന്നെ നിലനിൽക്കാം. ആ യേശു ക്രിസ്തു നമ്മെ ചേർക്കുവാൻ വേഗം വരുവാൻ പോകുന്നു. തനിക്കായി കാത്തു നിൽക്കുന്നവരുടെ രക്ഷയ്ക്കായി കർത്താവ് പാപം കൂടാതെ പ്രത്യക്ഷനാകും. ഈ നാളുകളിൽ ആ കർത്താവിന് വേണ്ടി കാത്തിരിക്കാം, പ്രത്യാശയോടെയായിരിക്കാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ഏവരും അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. നല്ല ദൈവസ്തുത പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട വിശുദ്ധ ദിവസത്തിൽ അങ്ങ് ഞങ്ങൾക്ക് നൽകിയ ആലോചനയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. ഈ വചനപ്രകാരം ഞങ്ങളെ തന്നെ പൂർണ്ണമായി സമർപ്പിക്കുന്ന കർത്താവേ. ഹല്ലേലൂയ. കർത്താവേ, അപ്പാ, മണവാളനായ യേശുവിൻ്റെ മണവാട്ടിയായ സഭയാകി ഞങ്ങൾ ഓരോരുത്തരെയും ഇനിയും കറകളങ്ങും മാലിന്യങ്ങളൊന്നുമില്ലാതെ അപ്പാ അങ്ങേക്കായി കാത്തു നിൽക്കുന്നവരായി, സ്തോത്രവും ഹല്ലേലൂയ, ഞങ്ങളുടെ സന്നിധിയിൽ അഭയം പ്രാപിക്കുന്നവരായി, ആഴമായ കൃത സ്നേഹബന്ധത്തിൽ നിലനിൽക്കുന്നവരായി, അധികമായി പ്രാർത്ഥിക്കുവാൻ, ആരാധിക്കുവാൻ സമർപ്പിക്കപ്പെട്ടവരായി, നാളുകളിൽ കർത്താവേ അങ്ങേ സ്നേഹിക്കുന്നവരായി, ലോകത്തെയും ലോകത്തിനുള്ളതിനെ സ്നേഹിക്കാതെ ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിലനിൽപ്പാൻ ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു. കർത്താവേ, പ്രാണപ്രിയാതയോടെ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. അങ്ങ് ഞങ്ങളെ സംരക്ഷിക്കുന്ന, അങ്ങ് ഞങ്ങളെ പരിപാലിക്കുന്ന, അങ്ങ് ഞങ്ങളെ സ്നേഹിക്കുന്ന കൃപയ്ക്കായി നന്ദി കർത്താവേ. താഴ്ത്തുന്നു. പ്രാർത്ഥന കേട്ടതിനാൽ സ്തോത്രം. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. May God bless you all.